നമസ്കാരം, എൻ്റെ പേര് ഗ്ലഞ്ചു. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറിയൊരു അഡ്വൈസ് ആണ്. ഇതും ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഒത്തിരി പേര് വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒത്തിരി വീഡിയോസ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാണ്. ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നല്ലത്, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഒരു പ്രൊഡക്റ്റ് ആണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ പോളിസിയാണ് നല്ലത്, ഫ്രണ്ട്സ് പറയും, കസിൻസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ എടുത്ത ഈ ഒരു പോളിസി എനിക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ട് റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഇൻഷുറൻസ് പോളിസി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഇതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ചെറിയൊരു ECG വേരിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോളിസികൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് പതുക്കെ സ്റ്റഡി ചെയ്ത് കമ്പാരിസൺ ഒക്കെ ചെയ്ത് നെക്സ്റ്റ് ഇയർ വേണമെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്ത് പോവാം മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലേക്ക്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് ഇതാണ്, എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക, അമിതമായിട്ട് കമ്പാരിസൺ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്ന 4 കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് ICCയുടെ അലവേറ്റ് എന്ന് പറയുന്ന പ്ലാൻ, അതുപോലെ സ്റ്റാർ ഹെൽത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്ലാൻ, മണിപ്പാൽസിന്റെ സർവോത്തം, അതുപോലെ കെയർ ഹെൽത്തിന്റെ അൾട്ടിമേറ്റ്. എന്തുകൊണ്ടാണെങ്കിൽ 4 പ്രൊഡക്റ്റ് എടുക്കാൻ കാരണം, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുള്ള ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇറങ്ങിയിട്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് റൂം റെന്റിനെ പറ്റിയോ അല്ലെങ്കിൽ ICUവിനെ പറ്റിയോ മോഡേൺ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആയുഷ് ട്രീറ്റ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ ഡേ കെയർ, ഡൊമിസിലർ, ഇത് നോർമലായിട്ട് വരുന്ന ഇതിനെ പറ്റിയൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഈ 4 ഇൻഷുറൻസിൽ ഈ പറയുന്നത് എല്ലാവരും അപ് ടു സം ഇൻഷുർഡ് അല്ലെങ്കിൽ റൂമിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ ഞാൻ പറയുന്നില്ലേ. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി യൂണീക്ക് ആയിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് ഈ പ്രൊഡക്റ്റിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കവറേജ് ആണ്. കവറേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ICCയിൽ ഇൻഫിനിറ്റി കെയർ എന്ന് പറയുന്ന ഒരു റൈഡർ, അതായത് ഓപ്ഷണലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു റൈഡറാണ്. ഈ റൈഡർ നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 1 ടൈം ആണ്, നമുക്ക് ലൈഫ് ടൈം പോളിസിയിൽ 1 ടൈം ആണ് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി കെയറിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനി ഡിസീസ്, അതായത് ഇപ്പോൾ ഒരു ക്യാൻസറോ സ്ട്രോക്കോ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഞാൻ 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തിട്ടുള്ളൂ, പക്ഷെ എനിക്കൊരു 50 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഒക്കെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. ഈ സെയിം ഫീച്ചർ തന്നെ സ്റ്റാർ ഹെൽത്തിന്റെ സൂപ്പർ ഹെൽത്തിലും കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ്ലെസ് കെയർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതും ഒരു ഓപ്ഷണലായിട്ട് വരുന്ന റൈഡറാണ്, എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു റൈഡറാണ്. ഇതും ഓൺലി 1 ടൈം ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു കഴിഞ്ഞാലും 1 ടൈം എനി ഡിസീസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മണിപ്പാൽസിലേക്ക് വരാണെങ്കിൽ അനന്ത് എന്നാണ് ഈ സെയിം ഫീച്ചേഴ്സിന്റെ റൈഡർ എന്ന് പറയുന്ന പേര്. പക്ഷെ ഇതിൽ മണിപ്പാലിൽ 4 അസുഖങ്ങൾക്കാണ് അവർ മെയിനായിട്ട് ഈ ഒരു ഫീച്ചർ കൊടുക്കുന്നത്. ക്യാൻസർ, സ്ട്രോക്ക്, അതുപോലെ തന്നെ മേജറായിട്ട് വരുന്ന ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതുപോലെ തന്നെ കാർഡിയക് ഇഷ്യൂസ്. ഇങ്ങനെ വരാണെങ്കിൽ 4 അസുഖങ്ങൾക്ക് നമുക്ക് ഇയർലി എല്ലാ വർഷം ഇയർലി 1 ടൈം നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു കഴിഞ്ഞാലും കവർ ചെയ്ത്. കുറച്ചുകൂടി യൂണീക്ക് ആണ് ഈ ഒരു മണിപ്പാൽസിയുടെ സർവോത്തമില്. അതായത് എനിക്കിപ്പോൾ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് 10 ലക്ഷത്തിന്റെ പോളിസി ഉള്ള എൻ്റെ കയ്യിൽ, പക്ഷെ എനിക്കൊരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ, സാധാരണ 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിലും നമുക്ക് ആ ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ 1 ടൈം ഇയർലി ഈ പറയുന്ന 4 അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കെയർ ഹെൽത്തിലേക്ക് വരാണെങ്കിൽ ഈ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടില്ല. പിന്നെ അതുപോലെ രണ്ടാമതായിട്ട് ബോണസ് ആണ് ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ICCയിൽ നോക്കുകയാണെങ്കിൽ ഒരു പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഓപ്ഷണലായിട്ട്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ നമുക്കറിയാം ഈ കുമുലേറ്റീവ് ബോണസ് അല്ലെങ്കിൽ ബോണസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോളിസികളിലൊക്കെ ഒരു 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 100% അല്ലെങ്കിൽ 50% എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പോളിസികളൊക്കെ ഇൻഫിനിറ്റി കുമുലേറ്റീവ് ബോണസ് അല്ലെങ്കിൽ ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നത്. അതായത് ഇപ്പൊ നമുക്കിപ്പോൾ ഈ പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും 10 ലക്ഷത്തിന്റെ പോളിസിയാണ്. ആ സെക്കൻഡ് ഇയർ ആകുമ്പോൾ 20, 30, 40 ലക്ഷം, 50 ലക്ഷം ഇങ്ങനെ ആ 10 വെച്ച് ഇൻഫിനിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഈ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ. അതാണ് അത്രത്തോളം മാറ്റങ്ങൾ ഇൻഷുറൻസിൽ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാർ ഹെൽത്തിന്റെ ഈ പറയുന്ന സൂപ്പർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിലും സൂപ്പർ സ്റ്റാർ ബോണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. എല്ലാ വർഷം 100% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഇൻഫിനിറ്റ് ആയിട്ട്, അതായത് 10 എന്നുള്ളത് 20, 30, 40, 50 അങ്ങനെ ഗ്രാജുവലി 100% വെച്ച് ഇയറിൽ കൂടി കൊണ്ടിരിക്കുന്നുണ്ട്. മണിപ്പാൽസിലേക്ക് വരാണെങ്കിൽ ഗുള്ളക് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്, ഒരു റൈഡറാണ്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 10x ആണ്. അതായത് 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 വർഷം കഴിയുമ്പോൾ 1 കോടിയായിട്ട് മാറാന്ന് ചെയ്യുന്നത്. ഒരു 10x ഇൻഫിനിറ്റ് അല്ല, ഒരു 10x കവറേജ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ കേരളത്തിലേക്ക് വരാണെങ്കിൽ മുന്നേ സംസാരിച്ച പോലെ തന്നെ ഇൻഫിനിറ്റി ബോണസ് എന്ന് പറഞ്ഞൊരു റൈഡറും ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. റൈഡർ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്ഷണൽ ആയിട്ട് വരുന്ന ഒരു കവറേജ് ആണ്. അത് നമ്മൾ ജസ്റ്റ് പോളിസി ഒക്കെ എടുക്കുമ്പോൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലും ഈ 100% ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇയർലി. ഇതിന്റെ ഒക്കെ ഒരു 4ന്റെ ഒരു പ്രത്യേകത ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണ്. അത് ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും ഈ ഒരു ബോണസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പറഞ്ഞ പോലെ കെയറിലും ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും 100% വെച്ച് കൂടി വരുന്നുണ്ട്, അതും ഇൻഫിനിറ്റി ആയിട്ട്. അതുപോലെ തന്നെ ഈ പോളിസിലൊക്കെ എനിക്ക് കണ്ട മറ്റൊരു പ്രത്യേകത അതിന്റെ വെയിറ്റിംഗ് പീരീഡിനെ പറ്റിയിട്ടാണ്. ഐസിസിൽ എലവേറ്റ് വരാണെങ്കിൽ ഒരു ജംപ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഒക്കെ, ഒബീസിറ്റി, ഇതൊക്കെ നമുക്ക് 30 ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖങ്ങളൊക്കെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. ഇതല്ലാത്ത പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനൊക്കെ 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചില അസുഖങ്ങൾക്കൊക്കെ ഇപ്പോൾ സ്ലോ ഗ്രോയിങ് ഡിസീസ്, പൈൽസ്, കിഡ്നി സ്റ്റോൺ, അതൊക്കെ 2 വർഷം. എല്ലാ ഇൻഷുറൻസിലും ഈ 4 അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൽ വരാണെങ്കിൽ ക്വിക്ക് ഷീൽഡ് എന്ന് പറഞ്ഞ റൈഡർ ഉണ്ട്. ഇതിലും ഇതുപോലെ തന്നെ ABCD+ ആണ് പറയുക. അതായത് ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക്, ഇതൊക്കെ നമുക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആൻജിയോപ്ലാസ്റ്റി കേസുകളൊക്കെ നമുക്ക് 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളിസിയിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മണിപ്പാൽ സർവ്വ ഉത്തമിലും ഇതേപോലെ ഒരു റൈഡർ ഉണ്ട്. അതിന്റെ പേരാണ് സാരഥി. സാരഥിയിലും ഈ പറഞ്ഞ പോലെ ABCD കവറേജ് ഉണ്ട് ആഫ്റ്റർ 30 ഡേയ്സ്. അതായത് ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഒക്കെ നമുക്ക് 30 ഡേയ്സ് കഴിഞ്ഞാൽ ഇതിലും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ കെയർ ഹെൽത്തിന്റെ അൾട്ടിമേറ്റിലും വരാണെങ്കിലും ഇതേപോലെ റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻസ്റ്റന്റ് കവർ. ഈ ഇൻസ്റ്റന്റ് കവർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക്, ഇതിൽ കുറച്ചുകൂടെ ഉണ്ട് ഒബീസിറ്റി, ഹൈപ്പോതൈറോയിഡിസം, ഇതൊക്കെ 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കേസുകളും 1 ഇയർ കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ എല്ലാ പോളിസി 4 പോളിസിയും PED, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്, ഈ പറയുന്ന അസുഖങ്ങളെല്ലാത്തിനും 36 മാസമാണ് വെയിറ്റിംഗ് പീരീഡ്. പക്ഷെ ഇവിടെ ഒരു PED മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് 1 ഇയർ ആയിട്ടോ അല്ലെങ്കിൽ 2 ഇയർ ആയിട്ടോ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ്. അതുപോലെ തന്നെ അടുത്തായിട്ട് കണ്ടൊരു യൂണിക് ആയിട്ടുള്ള ഫീച്ചറാണ് നോൺ മെഡിക്കൽ ഐറ്റംസ്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ പോളിസിയിൽ ചിലപ്പോൾ പണ്ടത്തെ പോളിസിയിലൊക്കെ ഒരു എമൗണ്ട് പിടിക്കാറുണ്ട്, പഞ്ഞി, സിറിഞ്ച് എന്നൊക്കെ പറഞ്ഞ് നോൺ മെഡിക്കൽ ഐറ്റംസിന്റെ. ഇതിൽ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൈഡറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ICCയിൽ നോക്കുകയാണെങ്കിൽ ക്ലെയിം പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു റൈഡർ ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൽ കൺസ്യൂമബിൾ കവർ എന്ന് പറഞ്ഞൊരു റൈഡർ ഉണ്ട്. അതിൽ 68 കൺസ്യൂമർ ഐറ്റംസ് കവർ ചെയ്യുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയിലും ഇതുപോലെ റൈഡർ ഉണ്ട്, നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യുന്ന റൈഡർ ഉണ്ട്. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്ത് കിട്ടും. കെയർ ഹെൽത്തിന്റെ അൾട്ടിമേറ്റിലും അതുപോലെ ക്ലെയിം ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു റൈഡർ ഉണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന നോൺ മെഡിക്കൽ ഐറ്റംസും നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ടുള്ള ഒരു യൂണിക് ആയിട്ടുള്ള ഫീച്ചറാണ് മെഡിക്കൽ ഡ്യൂറബിൾ ഐറ്റംസ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീൽ ചെയറോ അല്ലെങ്കിൽ എന്താ പറയുക വെന്റിലേറ്ററോ ഇൻഫ്യൂഷൻ പമ്പോ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പൊ ICC എലവേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ലക്ഷം വരെയുള്ള എമൗണ്ടിലൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം 5 ലക്ഷമാണ്. അതുപോലെ തന്നെ സ്റ്റാറിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 9 ലീസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ വരുന്ന ഈ പറഞ്ഞ മെഡിക്കൽ ഡ്യൂറബിൾ ഐറ്റംസ് വാങ്ങിക്കും. അത് നമുക്ക് 1 ടൈം ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം വീൽ ചെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ മണിപ്പാൽ സിഗ്നയിൽ നമുക്ക് 10 ഐറ്റംസ് പറയുന്നുണ്ട്. ആ പറയുന്ന നമുക്ക് ഡ്യൂറബിൾ ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൽ 1 ലാഖാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ അവരെടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. പിന്നെയുള്ള അടുത്തൊരു ഫീച്ചറാണ് പ്രീ ആൻഡ് പോസ്റ്റ്. നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ഒരു നിശ്ചിത കാലയളവ് വരെയുള്ള ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു നിശ്ചിത കാലയളവ് വരെയുള്ള ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് വരുന്നത് ICCയിലാണെങ്കിൽ 90-180 ദിവസമാണ്, കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്തിലാണെങ്കിൽ 90-180 ആണ്. മണിപ്പാൽ സിഗ്നയിലും അത് 90-180 ആണ്. കേരളയ്ക്ക് വരാണെങ്കിൽ 60-90 ആണ് പ്രീ ആൻഡ് പോസ്റ്റ് എക്സ്പെൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള കാലപരിധി. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ICCയിൽ നോക്കുകയാണെങ്കിൽ സിബിൽ സ്കോറിന് ബേസ് ചെയ്തിട്ട്, അതായത് 800 മേലെയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോറെങ്കിൽ നമുക്ക് 15% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ 750 മേലെ ആണെങ്കിൽ 7% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് സിബിൽ സ്കോറിന് ബേസ് ചെയ്തിട്ട്. അതുപോലെ NRI കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് 25% കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഡിസ്കൗണ്ട് ഒക്കെ മാക്സിമം നമുക്ക് 32% ആണ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതുപോലെ തന്നെ റിന്യൂവൽ ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1 മന്ത് ബിഫോർ ചെയ്യുകയാണെങ്കിൽ 2.5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മെറ്റേണിറ്റി കവറേജ് ഉണ്ട്. 2 വർഷം കഴിഞ്ഞാൽ മെറ്റേണിറ്റി എക്സ്പെൻസും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ സൂപ്പർ സ്റ്റാറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ സ്യൂറേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പ്രീമിയം ലോക്ക് ഇപ്പം നിവ ഊപ്പിലൊക്കെ എനിക്കൊന്നും ഈ സ്റ്റാർ ഹെൽത്തിന്റെ പ്രൊഡക്റ്റ് എല്ലാ കമ്പനികളുടെയും
ഒരു എന്താ പറയുക ഒരു കോപ്പി ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ നിവോപ്പിയുടെ ആസ്പെറിൽ ഉണ്ടായിരുന്ന ഫീച്ചർ തന്നെയാണ് ഇവിടെ 50 വയസ്സ് വരെ നമുക്ക് പ്രീമിയം ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഷീൽഡ്, അതായത് ഇത് ഈ റൈഡർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവി സ്പൗസിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കവർ മുൻകൂട്ടി തന്നെ ആ വെയിറ്റിംഗ് പീരീഡ്, ഇപ്പോൾ ചിലപ്പോൾ 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരുന്ന ചില അസുഖങ്ങൾക്കൊക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് വേവർ ചെയ്ത് കിട്ടും ഫ്യൂച്ചർ ഷീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. 2 ഇയർ കഴിഞ്ഞാൽ മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വലിയൊരു ഓപ്ഷൻ പറയുന്നത് 5 വർഷത്തെ പ്രീമിയം നമുക്ക് ഒരുമിച്ച് എടുക്കാനായിട്ട് സാധിക്കും. 5 വർഷത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 16% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ EMI ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ അതേപോലെ തന്നെ മണിപ്പാൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഫീച്ചറായിട്ട് പറയുന്ന സർപ്ലസ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആട്ടോ. ഒരു സർപ്ലസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് Day 1 മുതൽ 2x കവറേജ്, ഇപ്പോൾ 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് Day 1 മുതൽ തന്നെ 2x കവറേജ് കിട്ടുന്ന ഒരു റൈഡറിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലും റിന്യൂവൽ നമ്മൾ മുൻകൂട്ടി ഒരു 1 മന്ത് മുന്നേ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ കെയർ ഹെൽത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. അതായത് നമുക്ക് റീഫണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ പ്രീമിയം നമുക്ക് 5 വർഷം ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ 6ാമത്തെ വർഷം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഇയർ ചെയ്ത പ്രീമിയം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ 5 വർഷത്തെ പ്രീമിയം നമുക്ക് ഒരുമിച്ച് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. 5 വർഷത്തെ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് റേറ്റ് വെച്ച് ഭയങ്കര പ്രീമിയം വളരെ കുറവാണ് ഈ 5 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 31 ദിവസം മുതൽ 60 ദിവസം വരെയുള്ള കാലയളവിൽ നമ്മൾ റിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കെയർ ഹെൽത്തിൽ. അപ്പോൾ അത് 30 ദിവസം മുമ്പ് ചെയ്യുകയാണെങ്കിൽ 2% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു ടെൻഷർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടൊരു ബെനിഫിറ്റ്, അതായത് നമ്മൾ 5 വർഷത്തെ പ്രീമിയം നമ്മൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷത്തിന്റെ കവറേജ് ആണെങ്കിൽ നമുക്ക് 50 ലക്ഷം ഫസ്റ്റത്തെ ക്ലെയിമിൽ തന്നെ ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ടെൻഷർ മൾട്ടിപ്ലയർ ബെനിഫിറ്റ് എന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലല്ല ഈ കെയർ ഹെൽത്തിൽ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പ്രീമിയം എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ. ഇതിൽ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഒരു 65-60 വയസ്സിൽ വരാണെങ്കിൽ ICC എലവേറ്റിൽ വരാണെങ്കിൽ നമുക്ക് ഏകദേശം ഇത് കേരളത്തിലെ റേറ്റ് ആണ് 47,630 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. നമ്മൾ റൈഡറുകൾ ഒന്നും അടയാണ്ട് വരുന്ന ഒരു 10 ലക്ഷത്തിന്റെ കവറേജിന്. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിലാണെങ്കിൽ 59,284 റൈഡർ ഒന്നും ഇടാതെ വരുന്ന, കുറച്ചും കൂടി സ്റ്റാറിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. അതുപോലെ മണിപ്പാൽ സീനൊക്കെ നോക്കുകയാണെങ്കിൽ 32,610 രൂപയാണ് വരുന്നത് 10 ലക്ഷത്തിന് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ. ഇയർലി പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം വരുന്നത് 38,237 രൂപ അടുത്താണ് 10 ലക്ഷത്തിന് വരുന്നത്. ഈ സെയിം 35-30 വയസ്സ് ആ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയം നമുക്കൊരു 10,824 രൂപ അടുത്താണ് വരുന്നത് റൈഡറുകൾ ഒന്നും ചേർക്കാണ്ട്. സ്റ്റാർ ഹെൽത്തിക്ക് നോക്കുകയാണെങ്കിൽ 19,127 രൂപ അടുത്ത് വരുന്നുണ്ട്. മണിപ്പാൽ സിഗ്നയിലാണെങ്കിൽ 9,705 രൂപ. കെയർ ഹെൽത്തിലാണെങ്കിൽ 11,260. എനിക്ക് തോന്നുന്നു സ്റ്റാർ ഹെൽത്തിൽ കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലുണ്ട്. ഇനി നമ്മുടെ താല്പര്യാനുസരണം പോളിസികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു സ്റ്റഡി പർപ്പസിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ അമിതമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നതിനേക്കാൾ ഉപരി എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നമുക്ക് കമ്പാരിസൺ ഒക്കെ ചെയ്ത് നെക്സ്റ്റ് റിന്യൂവൽ ടൈമിൽ നമുക്ക് പോർട്ട് ചെയ്ത് വേറെ കമ്പനിയിലേക്ക് പോകാനുള്ള നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് അടക്കം നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പറ്റി കൂടുതലായിട്ട് അറിയാനും അതുപോലെ പോളിസി എടുക്കാനൊക്കെ അതിന്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.